സഹസ്രനാമത്തിലെ 15 ശ്ലോകം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 16ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നാമങ്ങളും കിട്ടും. അത് നിങ്ങൾ പഠിക്കുക. അതിനുവേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. 16ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഫ്രാജിഷ്ണൂർ ഭോജനം ഭോക്ത സഹിഷ്ണൂർ ജഗദാദിജ അനഘോ വിജയോ ഛേദ വിശ്വയോനി പുനർവസു. ഇതാണ് ഈ ശ്ലോകം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുസ്തകം വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ കിട്ടുമെങ്കിൽ നിങ്ങളിത് നോക്കി എപ്പോഴും ഇത് നോക്കിയോ വായിക്കാവുള്ളതെന്നാണ് ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. കാണാപ്പാടം നമ്മളിത് ചൊല്ലുമ്പോൾ അത് യാന്ത്രികമായി പോകും. അതുകൊണ്ടാണ് നോക്കി ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം. സ്വയം പ്രകാശിക്കുന്നവനും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനുമായ മായാസ്വരൂപനും മായയാകുന്ന പ്രപഞ്ചത്തെ അനുഭവിക്കുന്നവനും ക്ഷമയുള്ളവനും ജഗത്തിനു മുൻപേ ജനിച്ചവനും. അതായത് ലോകത്തെ പ്രകാശിപ്പിക്കുന്നവനും ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ക്ഷമയുള്ളവനും ജഗത്തിനു മുന്നേ ഭൂമിക്കും മുന്നേ ജനിച്ചവനും പാപരഹിതനായവന് ഒരു പാപവും ഏശാത്തവന് ഭഗവാനിൽ ഒരു പാപവുമില്ലെന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, അതായത് സർവ്വ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സർവ സമയത്തും ജയിക്കുന്നവനും എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നതിനും തോൽവി എന്നുള്ളത് ഭഗവാനിലില്ല. വിശ്വത്തിൻ്റെ ഇരിപ്പിടമായവനും ശരീരങ്ങളിൽ നിന്നും, അതായത് ലോകത്തിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്ന ഭഗവാനിലാണ്. ശരീരങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും വസിക്കുവാനുള്ള, അതായത് ഒരു ശരീരം മാറി മാറി വീണ്ടും വീണ്ടും വസിക്കുവാനുള്ള കഴിവുള്ള ആൾ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവതാരകഥകളെല്ലാം നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഈ സർവ്വതിനും കാരണക്കാരനെ ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എല്ലാത്തിനകത്തും പറയുന്നത് ഭഗവാനിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല ഈ ഭൂമിയിൽ. ഈ ഭൂമി എന്ന് പറയുന്നത് ഭഗവാനാണ്, നമ്മളെന്ന് പറയുന്നത് ഭഗവാനാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഈ ശക്തി എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പം നമ്മൾ ആ ശക്തിയെ ഉണർത്താൻ വേണ്ടിയാണ് ഈ സഹസ്രനാമം പഠിക്കുന്നതും നമ്മളിത് ജപിക്കുന്നതും. ഇതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ ഉണർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഭഗവാനെ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ആ ശക്തി നമ്മളിലേക്ക്, ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ സഹസ്രനാമങ്ങളും ഇങ്ങനെയുള്ള എല്ലാ സഹസ്രനാമങ്ങളും, പല സഹസ്രനാമങ്ങളുണ്ട്. ഇതിലേറ്റവും കുറച്ചെങ്കിലും പഠിച്ചിരിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അടുത്ത നാമമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരേക്കും ബൈ ബൈ, സീ യു.